പറയും. പറയുന്നത്. അപ്പൊ ആ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ മേലും കുടുംബത്തിന്റെ മോളും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ അള്ളാഹുവേ നബിയുടെ പേരിലും നബിയുടെ ഇതിന്റെ പേരിലും ബർക്കത്ത് ചൊരിയണമേന്ന് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെയൊക്കെ വലിയൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഈ പറയുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോട്ടെ, അള്ളാഹു പ്രാർത്ഥിക്കുന്നത് ഖുറാനിലുണ്ടല്ലോ നബിക്ക് വേണ്ടിയിട്ട്. എന്തിനാ അപ്പോഴോ പ്രാർത്ഥിക്കണേ? അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ അങ്ങനെ എപ്പോഴും നമ്മള് നിസ്കരിക്കുമ്പോ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ആളും എനിക്ക് തോന്നണില്ല അതിന്റെ ഇങ്ങനെ ലോജിക്കായിട്ട് ചിന്തിക്കും. എനിക്കിങ്ങനെ തോന്നുന്നത് എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. വല്ലാത്ത ലോജിക്കാ സംഗണിക്ക്. രണ്ട് മാസം കൊണ്ട് അവള് വർഷങ്ങളോളം പഠിച്ച സ്വലാത്തിന്റെ അർത്ഥമൊക്കെ അവള് മറന്നുപോയി. നമ്മള് ഇതില് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നുള്ളത് നമ്മൾ ഖുറാനിൽ ആ ആയത്തിന്റെ ഒരു തഫ്സീർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് അള്ളാഹു റഹ്മത്ത് ചൊരിയും, അല്ലെങ്കിൽ അള്ളാഹു നബിയെ ഇവർക്ക് മുമ്പിൽ വെച്ച് നബിയുടെ ഗുണഗണങ്ങൾ പറയും എന്നുള്ളതാണ് ഈ സ്വലാത്ത് കൊണ്ട് പ്രശംസിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മറിച്ച് മലക്കുകൾ നബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്നുള്ളതൊക്കെ. അപ്പൊ അത് ഇവര് വിചാരിക്കുന്ന രീതിയിൽ ഇവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അതായത് ചോദ്യം എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ ഉത്തരം ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് തഫ്സീർ എന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾ, കല്ലും മലകളും മലനിരകളും ഒക്കെ പിന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കൂലിയില്ലല്ലോ, അവർക്ക് ഇതില്ലല്ലോ, വിചാരണയോ കൂലിയോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. മലക്കുകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ തിന്മ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയോ ഇതൊന്നുമില്ല. അപ്പൊ മനുഷ്യന്മാർക്കാണ് അതുകൊണ്ട് ആവശ്യം. അതിൽ സംഭവിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ചോദ്യം തെറ്റിപ്പോയി എന്നുള്ളതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, നബിയാണല്ലോ ഏറ്റവും അറിയപ്പെട്ട ആൾ, അപ്പൊ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത് എന്താണ്? അത് അവിടെ കൊണ്ട് അവള് നിർത്തി. പക്ഷെ ബാക്കിയുള്ള ഭാഗം ആരിഫ് ഹുസൈൻ പൂരിപ്പിച്ചു കൊടുത്തു. ഇവിടെ അങ്ങനെയല്ല. അതായത് അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ആ വിഷയം ചോദിക്ക്. മനസ്സിലായില്ലേ? സംഭവം അതാണ് ചോദ്യത്തിന്റെ കാമ്പായിട്ട് ആരിഫ് ഹുസൈൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവൾ അവിടേക്ക് എത്തിയില്ല, ബാക്കി ഭാഗം പൂരിപ്പിച്ചു കൊടുത്തു. അല്ല, അത് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ ആളെ കൊണ്ടുവരണം. നിങ്ങളൊക്കെ ഫണ്ട് കൊടുക്കുന്നില്ലല്ലോ. 3000 പത്ര ആളല്ലേ കിട്ടുള്ളൂ. സംഭവം കൊണ്ടുവന്നത് 3000 ഒന്നും ഇല്ലാന്ന് തോന്നുന്നത്. ഇത് ഇന്നലെ ഒരു കള്ളനോട്ട് അടിക്കാൻ പറ്റാത്ത നോട്ട്, ഇന്നലെ ഒരു 500 കള്ളനോട്ട് എന്താ റിസർവ് ബാങ്ക് എന്നുള്ളത് ഒരു അക്ഷരം മാറി എന്നൊക്കെ പറയാം. അതിനിപ്പോ ഇതാണോ ഇനി പിടിച്ചതാണോ ഒന്നും അറിയില്ല കേട്ടോ. അല്ല, സംഘടനയുടെ അള്ളാഹു എന്നുള്ള ഉച്ചാരണം കുഴപ്പമില്ല കേട്ടോ. ഉച്ചാരണം സംഘടനയുടെ അള്ളാഹു എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് എന്തായാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ആ കാര്യത്തിൽ. അല്ല, അത് തെറ്റിച്ച് പറഞ്ഞാൽ 500 കട്ട് ചെയ്യാ ആരിഫേ. നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ സാധനം. ഇപ്പൊ തന്നെ 500 പോയിരിക്കുക. അപ്പൊ ആ പാവത്തിന് 500 പോയിരിക്കുകയാണ് ഇപ്പൊ ഒരു തെറ്റ് പറ്റിയിട്ട്. നീ എന്ത് പറഞ്ഞാലും ഞാനത് മാനേജ് ചെയ്തോളാം. പക്ഷെ അള്ളാഹു എന്ന വാക്കിൽ നീ മാത്രം നീ തെറ്റിക്കരുത് എന്നുള്ളൊരു കരാർ വല്ല ഉണ്ടാവും. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കിയാൽ മതി. സംഘടന എന്നാണ് പറഞ്ഞത് അത് അള്ളാഹു പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, നമുക്കറിയാലോ. ട്രെയിനിങ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണോ ഈ കാര്യത്തിന്? എന്തായാലും അതെ, നല്ല ട്രെയിനിങ് ആണ്. ഒരു പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ മഹാത്മാഗാന്ധിജി മരിച്ച ദിവസത്തിന് സ്കൂളില് എല്ലാവരും ഒന്ന് മൗനപ്രാർത്ഥന നടത്താൻ പറഞ്ഞപ്പോ മഹാത്മാഗാന്ധിജിക്ക് അല്ല വലിയ മനുഷ്യനല്ലേ, ഈ പുള്ളിക്കാരനൊക്കെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അസംബ്ലിയിൽ നിന്ന് മാറുന്ന സ്ത്രീ അവരാണോ? ചിലപ്പോ ആയിരിക്കും. ചിലപ്പോ എറണാകുളം ആക്സന്റ് ആണ് വരുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ റസൂലിന് കൊടുക്കണേ എന്ന് പറയണ്ട. അപ്പൊ ഇബ്രാഹിം നബിക്ക് കൊടുക്കണേ ഇവർ അംഗീകരിക്കോ? ഇവര് ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്ക് അല്ല, വേറൊന്നുണ്ട്, സാധ്യത ഉണ്ട്. കാരണം ഈ ആരിഫിന് ഇബ്രാഹിം നബിനെ അങ്ങോട്ട് തള്ളാൻ പ്രയാസമുണ്ട്. കാരണം ജൂതന്മാർ സപ്പോർട്ട് ചെയ്യുന്നോണ്ടേ ഫണ്ട് കുറഞ്ഞാലോ. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കണം കേട്ടോ. അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം അതന്നെ, അപ്പൊ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വരുമാനമാണ്. അപ്പൊ അദ്ദേഹം ഏത് രീതിയിലും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം ചെയ്യുന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഗതികേടൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തന്നെ നമ്മൾ സംസാരിക്കണം കേട്ടോ. അദ്ദേഹം പല എന്താണ് ഹെബ്രോണില് മറ്റേ ഇവിടെ ഉണ്ടല്ലോ ഇബ്രാഹിം നബിയുടെ ഒക്കെ കബറുണ്ട് എന്ന് പറയുന്ന സ്ഥലമില്ലേ, ഹെബ്രോൺ എന്താ അൽ ഖലീലോ, പലസ്തീനിലെ. അവിടെ ഇവരൊരു ചായ്പ് ഇവർക്കും ഉണ്ടല്ലോ ഒരു ഇത്, എന്താണ് പാട്രിയാർക്കുകളുടെ കല്ലറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥലം ജൂതന്മാർക്കും ഉണ്ട്. അപ്പൊ ഇനി ഇത് പറഞ്ഞിട്ട് വെറുതെ ഇനി ഒരു ഇത് അറിഞ്ഞിട്ട് വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വെറുതെ പിന്നെ അവിടെയും പ്രശ്നമാവും.